ഹെയർ ഫോൾ സ്ട്രെസ് കൊണ്ടുണ്ടാവാം. പിന്നെ ഡെഫിഷ്യൻസീസ് കാരണം ഈ പറഞ്ഞ പോലെ വിറ്റമിൻ ഡി, B12, അയൺ, തൈറോയിഡ് ഇംബാലൻസ് കാരണം ഉണ്ടാവും. ഷോക്ക് ലോസ് പോലെ ഒരു ഹൈ ഫീവർ കാരണം ഉണ്ടാവും. ലൈക് ടൈഫോയിഡ്, ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ, കോവിഡ് ഇങ്ങനത്തെ ഫീവർ വരുമ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുമല്ലോ സ്കാൽപ്പിലേക്ക്. അത് കാരണം ബ്ലഡ് സപ്ലൈ കുറഞ്ഞ ഒരു ഷോക്ക് ലോസിലേക്ക് പോവാം. സോ ഇത് കോമൺ ഡെഫിഷ്യൻസി റിലേറ്റഡ് കാര്യങ്ങൾ. അല്ലാതെ ലൈഫ് സ്റ്റൈൽ സ്മോക്കിംഗ് കൂടുതലുണ്ടെങ്കിലും ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് ഹെയർ ഫോൾ ചിലവർക്ക് കൂടുതലാണ്. പക്ഷെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് നമ്മൾ പറയും. അത് മെയിൽ പാറ്റേൺ ലോസ് ആണ്. അത് ജെനറ്റിക്സും ഹോർമോൺസും കാരണം കഷണ്ടിയാവുന്നത്. അതാണ് ഏറ്റവും കോമൺ. ഇത് സ്ത്രീകൾക്കും ഉണ്ടാവും. അതിനെ പറയുന്നത് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്നാണ്. ഓക്കെ ശരി. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ 1-2 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഹെയർ ലോസ് നമുക്ക് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ആ മാറ്റങ്ങൾ? അതിലാണ് ആദ്യമായിട്ട് ഡെഫിഷ്യൻസി ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. വിറ്റമിൻ ഡി, B12, അയൺ ആൻഡ് തൈറോയിഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈവൻ സിങ്കും ചെക്ക് ചെയ്യാം. രണ്ടാമത്തതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് കുറയ്ക്കാം. പിന്നെ മൂന്നാമത്തതെന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ച് ഡയറ്റ്. പ്രോട്ടീൻ റിച്ച് ഡയറ്റും മാത്രമല്ല അയൺ റിച്ച് ഡയറ്റ് ലൈക്ക് കറി ലീഫ്, സ്പിനാച്ച്, ഡേറ്റ്സ്, പോമഗ്രേറ്റ് അങ്ങനെ ഇത് രണ്ടും ഡയറ്റിൽ ഇംപ്രൂവ് ചെയ്താൽ ഡെഫിഷ്യൻസീസും കൂടെ കറക്റ്റ് ചെയ്താൽ റിച്ച് ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുത്താൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ്. ഓക്കെ. ഇപ്പം നമുക്ക് നമ്മുടെ ഹെയർ ഫോളിക്കലിൻ്റെ ഒരു ഹെൽത്ത് മനസ്സിലാക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ഇല്ല. സിവിയർ ഷെഡ് വരുമ്പോൾ ഹെയർ പുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടേഴ്സ് അത് ചെയ്യും ടു അണ്ടർസ്റ്റാൻഡ് എത്രത്തോളം ഹെയർ ഷെഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരാൾ വന്ന് പറയുന്നത് പോലെ തന്നെയാണോ സംഭവിക്കുന്നതെന്ന്. അതൊരു കണ്ടീഷൻ ടീലോജൻ എഫ്ലൂയം എന്ന് പറഞ്ഞ് ഒരു എക്സസീവ് ഹെയർ ഷെഡിങ് ഫേസിൽ കൂടെ ആൾ പോകുന്നുണ്ടോ ഇല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഇല്ല. പക്ഷേ കഷണ്ടി ആവുന്നോ ഇല്ലേന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ചെക്ക് ചെയ്യും. സ്കിൻ സർഫസ് മൈക്രോസ്കോപ്പ്. അപ്പം ഒരു ഡോക്ടറിന് മനസ്സിലാവും കഷണ്ടി ആവാൻ പോകുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിലാവും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 months ahead ആയിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഈ ആള് കഷണ്ടി ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നോർമലി നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് വെരി നാച്ചുറൽ ആണല്ലോ. നമുക്ക് ഇത്ര മുതൽ ഇത്ര മുടി വരെ പോകുന്നത് നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല. അത് എത്രയായിരിക്കും റേറ്റ്? 70 to 100 ഹെയർസ് ഫോളിംഗ് നോർമൽ ആണ്. പക്ഷെ അതിൽ നിന്ന് കൂടുതലാവുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിന്റെ മുമ്പേ ആളും ശ്രദ്ധിക്കില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഹെയർ ഫോൾ സംഭവിക്കുമ്പോൾ അത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? ഒരു എക്സസീവ് ഹെയർ ഷെഡിങ് വരുമ്പോൾ മിക്കവാറും എല്ലാവരും പേടിച്ച് നമ്മുടെ അടുക്ക വരും. ഓക്കെ. 70 to 100 കൂടുതലാകുമ്പോഴാണ് ആൾക്കാർ അത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഒരു ഹെയർ ഫോൾ കാരണം ആരും കഷണ്ടി ആവില്ല. ഓക്കെ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സസീവ് ഷെഡ് ഉണ്ടെങ്കിൽ വൈറ്റമിനും സീറോ എല്ലാം കൊടുത്താൽ സ്കാൽപ്പ് മൈക്രോസ്കോപ്പി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 3-4 മാസത്തിനുള്ളിൽ അത് സ്റ്റേബിൾ ആവും. പക്ഷെ കഷണ്ടി ആവുന്നതിലാണ് ഒരു പെർമനന്റ് ഹെയർ ലോസ് ഉണ്ടാവുന്നത്. അപ്പൊ കഷണ്ടി ആവുന്നോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സ്കാൽപ്പ് ഒരു ഡെർമോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു മൈക്രോസ്കോപ്പിന്റെ അടി ചെക്ക് ചെയ്യും. അതിൽ തിന്നിങ്ങോ വേരിയേഷൻ ഓഫ് ഡയമീറ്റർ, മുടിയുടെ ഡയമീറ്ററോ അതോ എംറ്റി ഫോളിക്കിൾസ് ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മുടി ഇരുന്ന് മെലിഞ്ഞു പോകുന്നതാണ് കഷണ്ടി ആവുന്നത്, കൊഴിഞ്ഞു പോകുന്നതല്ല. അപ്പൊ എല്ലാരും പേടിച്ചു വരുന്ന കൊഴിഞ്ഞു പോയി അയ്യോ ഞാൻ കഷണ്ടി ആവും എന്ന് പറഞ്ഞോണ്ടാ. പക്ഷെ അങ്ങനെയല്ല, മെലിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു പെർമനന്റ് ലോസ് ആയോ ഇല്ലെന്ന് നമുക്ക് ആ മൈക്രോസ്കോപ്പി വെച്ച് നോക്കുമ്പോൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ശരി. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് ഒരാൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചിന്തിച്ചു തുടങ്ങേണ്ടത്? അത് ആദ്യമേ തന്നെ ഹെയർ തിന്നിങ് ഉള്ളപ്പോൾ ഒരു ഡോക്ടറിനെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഒത്തിരി ഏരിയാസ് എംറ്റി ആയിട്ടുണ്ടെങ്കിൽ, ലുക്സ് ഒത്തിരി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നെറ്റി കയറിയിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ ഒരാൾ കൺസൾട്ട് ചെയ്യാൻ വരുന്നത്. പക്ഷെ അത് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ചെക്ക് ചെയ്തിട്ടേ പറയുള്ളൂ ആള് സർജറിയുടെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ ഇല്ലേന്ന്. കാണുന്ന വെച്ചാൽ ചിലപ്പോൾ നേരെ കാണുമ്പോൾ തോന്നും സർജറി വേണം എന്ന്. പക്ഷെ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ പിന്നെയും റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരം ഫോളിക്കിൾസ് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് മെഡിക്കൽ മാനേജ്മെന്റ് യൂസ് ചെയ്ത് ഒരു പ്രൊസീജിയർ മാനേജ്മെന്റ് PRP, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്ത് ഹെയർ റിക്കവർ ചെയ്തിട്ട് പിന്നെ ഒരു സർജറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആലോചിക്കുള്ളൂ. പക്ഷെ ഒത്തിരി നെറ്റി കയറിയിട്ടുണ്ട്, ലുക്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതൊരു സർജിക്കൽ കറക്ഷൻ തന്നെ വേണ്ടി വരും. ചിലപ്പോൾ ഡയറക്ട്ലി കാണുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും, മൈക്രോസ്കോപ്പ് വെക്കേണ്ട വരില്ല. ശരി. ഓക്കെ. ഇപ്പൊ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ഇനി ആൾക്കാർ അറിഞ്ഞിരിക്കണം എന്ന് ഡോക്ടറിന് തോന്നുന്നുള്ളത്? ഇപ്പം ന്യൂവർ ടെക്നീക്സ് ഓഫ് സർജറി വന്നിട്ടുണ്ട്. ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നേരത്തെ എല്ലാവരും ഷേവ് ചെയ്ത് ട്രിം ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നത്. നമ്മുടെ ഉള്ള മെഷീൻസിന് ട്രിം ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾ
എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി വന്നിട്ടുണ്ട് വേറെ നമുക്ക് ഇൻഡാക്റ്റ് ആയിട്ട് ബാക്കിൽ നിന്നുള്ള ഫോളിക്കിൾ എടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഹെയർ ഫോളിക്കിൾ അതുപോലെ ലെങ്ത്തിൽ വെക്കാം. അപ്പോൾ മുടി ട്രിം അടിക്കണ്ട. അപ്പോൾ ആർക്കും പിടി കിട്ടത്തില്ല സർജറി ചെയ്തത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എസ്പെഷ്യലി മീഡിയയിലുള്ള ആൾക്കാർ ഇപ്പൊ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ട്രെൻഡായി. റോബോട്ടിക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇന്നോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ അത് ഹ്യൂമൻ സ്പീഡിന്റെ അത്ര എത്തിയിട്ടില്ല. ആൻഡ് ഓൾസോ ഹ്യൂമൻ ഹാൻഡിന്റെ ആക്യുറസി എത്തിയിട്ടില്ല. സോ അത് മേ ബി ഇൻ ദ നെക്സ്റ്റ് 10 years ഇത് റോബോട്ട്സിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അടിപൊളി. ആൻഡ് ഇപ്പോൾ ഹെയർ മാത്രമല്ല ബിയേർഡും കുറെ ആൾക്കാർ ഇപ്പോൾ കുറച്ചൊക്കെ അവർ അതിൽ കുറച്ച് മിനുക്കുപണികളൊക്കെ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഈ സെയിം ഹെയർ തന്നെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ബാക്കിലെ ഹെയർ എടുക്കാറുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് ബിയേർഡിന്റെ ഹെയർ ഫോളിക്കിളിന്റെ ഡെൻസിറ്റി ഈ ബാക്കിലെ മുടിയുടെ ഡെൻസിറ്റിയും എല്ലാം വ്യത്യാസമായിരിക്കും. ഡയമീറ്റർ, കട്ടി, അതിന്റെ കാലിബർ വ്യത്യാസമായിരിക്കും. സോ പ്രിഫറബിളി സ്മോൾ ഏരിയാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയും എനിക്ക് ഫ്രഞ്ച് ബിയേർഡിന്റെ കണക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു ചെറിയ പാച്ച് ഇവിടെ കറക്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോളിക്കിൾ എടുക്കും. ബിയേർഡിന്റെ ഫോളിക്കിൾ എടുത്ത് തന്നെ ബിയേർഡിലേക്ക് മാറ്റും. ബിക്കോസ് ഇതിനെ ഷാഡോ ഏരിയ ഓഫ് ബിയേർഡ് എന്നാ പറയുന്നത്. അപ്പൊ നേരെ കാണുമ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി ഞങ്ങൾ ഫോളിക്കിൾ എടുത്താൽ മനസ്സിലാവില്ല. എന്നിട്ട് ഒരു കണക്ഷൻ അങ്ങനെ ഉണ്ടാക്കും. ശരി ശരി. ഇപ്പൊ നമ്മളുടെ ഒരു നാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എവറി നൂക്ക് ആൻഡ് കോർണർ നമുക്കൊരു ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഇസ് നോട്ട് മെഡിക്കലി അത്ര അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാവണമെന്നില്ല. ശരിക്കും നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? എവിടെ പോയി ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ടതാണ്. ബിക്കോസ് എത്രത്തോളം നല്ല മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉള്ള സെറ്റപ്പാണ്, അനസ്തീഷ്യ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എത്രത്തോളം നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ആണോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ബിക്കോസ് ആൾക്കാർ എത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്നേ നോക്കുകയുള്ളൂ ഇക്കാലത്ത്. രണ്ടാമത്തെ ആരാണ് സർജറി ചെയ്യുന്ന ഡോക്ടർ, എന്താണ് ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം നോക്കണം. കാരണം വെച്ചാൽ ഓൺലി അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റും പ്ലാസ്റ്റിക് സർജൻസിനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ഈ ക്ലിനിക്സിൽ അങ്ങനെ ക്വാളിഫൈഡ് ഡിഗ്രി ചെക്ക് ചെയ്യണം. ഡോക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല ഡിഗ്രിയും ചെക്ക് ചെയ്യണം. പിന്നെ കൂടെ ഉള്ള ടീം. ഓക്കെ, സോ എല്ലാവരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ടീമിന്റെ ഭാഗം ആവാൻ പറ്റൂലല്ലോ. സോ അത്രയായിട്ടുള്ള ടീമും ഡോക്ടേഴ്സും ഉള്ള വെൽ എക്യുപ്ഡ് സെറ്റപ്പിൽ മാത്രമേ പോയി ചെയ്യാവുള്ളൂ. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇതൊരു സർജറി അല്ലേ. ഓക്കെ, സേഫ്റ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ അങ്ങനെ എല്ലാത്തൊരു ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു, നമ്മൾ ഒരു ഒത്തന്റിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിൽ എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ട് വരാൻ പോകുന്ന സൈഡ് എഫക്ട്സ്? ഒന്നെന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് എ കോംപ്ലിക്കേഷൻ, ആ ഡോക്ടർ ട്രെയിൻഡ് ആയിരിക്കില്ല അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഇതിനെക്കുറിച്ച് ഡിഗ്രി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. രണ്ടാമത് എത്രത്തോളം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇസ് എൻ ആർട്ടിസ്റ്റിക് വർക്ക്, എത്ര നാച്ചുറൽ ആയിരിക്കണം എന്നും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കണ്ടാൽ ആർക്കും പിടിയിട്ടരുത് സർജറി ചെയ്തിട്ടുണ്ടെന്ന്. ദാറ്റ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡെഫിനറ്റ്ലി അതിനും ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പം മാത്രമല്ല പിന്നെ ഇതിന്റെ ഉള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളത് മാത്രമല്ല കോംപ്ലിക്കേഷൻ ഹാൻഡിലിംഗ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് എത്രത്തോളം? അലർജിക് റിയാക്ഷൻ ട്രാൻസ്പ്ലാന്റ് വരില്ല, അനസ്തീഷ്യക്കേ വരാൻ പറ്റുള്ളൂ. സോ അതിന്റെ ചെക്ക് ചെയ്തിട്ടേ നമ്മളൊരു സർജറി ചെയ്യുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതിന്റെ മുമ്പേ അതൊക്കെ ചെക്ക് ചെയ്തിരിക്കും. ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഒരാൾ ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ? വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ നമ്മളൊരു ഡയബറ്റിക് പേഷ്യന്റിന് ചെയ്യില്ല, കാർഡിയാക് ഇഷ്യൂ ഉള്ളവർക്ക് ചെയ്യില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് കണ്ടീഷൻസ് നമ്മളത് റൂൾ ഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർജറിക്ക്. ഈവൻ സ്മോക്കിംഗ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ബിക്കോസ് നമ്മളെ ഫോളിക്കിൾസിന്റെ അപ്ടേക്കിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി ശരി. ഇപ്പം നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ നാച്ചുറലി നമുക്കൊരു ഹെയർ ലൈൻ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ അതല്ലാണ്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ശരിക്കും ട്രൈ ചെയ്യാറുണ്ടോ? നാച്ചുറലി ഉള്ളൊരു ഹെയർ ലൈൻ ചിലവർക്ക് ചെറിയ മുടി ഉണ്ടായിരിക്കും ആ പൊസിഷനിൽ. അപ്പം നമ്മൾ ഓൾവേസ് ബെറ്റർ ടു റീക്രിയേറ്റ് വാട്ട് ഇസ് ഓൾറെഡി ദെയർ. അത് നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം എക്സ്പെരിമെന്റ് ചെയ്ത് ചെയ്യില്ല. പക്ഷെ ചിലവർക്ക് മുഴുവനായിട്ട് കഷണ്ടിയായിട്ട് തെളിഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട് ഫേഷ്യൽ മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടി. നമ്മൾ ആ ഫേസ് അനുസരിച്ച് മെഷർമെന്റ്സും ആംഗിൾസും നോക്കിയിട്ട് ഒരു പുതിയ ഒരെണ്ണം ആ ഫേസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ശരി. ഇപ്പൊ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ ഹെയർ ലൈൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പി ഒരു പേഷ്യന്റോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഒക്കെ ഉണ്ടോ? എന്റെ അഭിപ്രായത്തില് നമ്മൾ അധികം എക്സ്പെരിമെന്റ് ചെയ്യരുത്. ഞാൻ ഇനീഷ്യലി കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു 10-12 വർഷം മുമ്പേ ഇങ്ങനെ താത്തു ഡോക്ടർ ഇങ്ങനെ ആക്കും എന്ന് പറയുമ്പോൾ പിന്നെയും വഴങ്ങുമായിരുന്നു. പിന്നെ ബിക്കോസ് ഈവൻ ദോ നമുക്കറിയാം അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒത്തിരി താത്തി വെക്കുന്ന ഹെയർ ലൈൻ നാച്ചുറൽ ആയിരിക്കില്ല. നമ്മൾ 20 വയസ്സിലിരിക്കുന്ന ഹെയർ ലൈന് അത്രയും ഭംഗി കാണില്ല 50 വയസ്സിലേക്ക്. ട്രാൻസ്പ്ലാന്റ് ലുക്ക് ഒരുവിധം പെർമനന്റ് ലുക്കാണ്. അപ്പൊ 50 വയസ്സിൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നരുത്. ഇപ്പം നമുക്കറിയാം വാട്ട് ഇസ് ഔട്ട്കം.
കുറച്ച് വർഷം സർജറി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രോഗ്രഷൻ എന്ന്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറായിട്ട് പറഞ്ഞു കൊടുക്കും, ഇത് എക്സ്പീരിയൻസ് കാരണമാണ് പറയുന്നത്, ഇത് നാച്ചുറൽ ആയിരിക്കത്തില്ല, അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ കഴിഞ്ഞ് മോസ്റ്റ് ഓഫ് ആൾക്കാർ ഇപ്പം അതിപ്പം മനസ്സിലാക്കും. ഒരു ലോങ് ടേം ആണ് നമ്മളിപ്പോഴും ലോങ് ടേം ആയിട്ട് നമ്മൾ ഇപ്പോഴത്തേക്ക് 20s ലുക്ക് അല്ല നോക്കേണ്ടത്. നമ്മൾ ഈ ലുക്ക് 40 വയസ്സിൽ ഓക്കെ ആയിരിക്കുമോ എന്ന് ആലോചിച്ചിട്ട് വേണം ഒരു ഹെയർ ലൈൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്.